അങ്ങനെ 2 ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷം ആ ദിവസം വന്നെത്തി. യെസ് ഗായ്സ്, വി ആർ ഗോയിങ് ടു വയനാട്. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടത് 5:45-ലാണ്. അങ്ങനെ 7:45 7:30 ഞങ്ങൾ ചുരമൊക്കെ കയറി കഴിഞ്ഞു. മുത്തുവാക്കാൻ്റെ പെടൽ വിളിക്കുകൊണ്ട് മുത്തുവാക്ക ആ സാധനം ഇട്ടിരിക്കട്ടോ. അപ്പോൾ കറക്റ്റ് കൊച്ചിൻ ഹനീഫ തിരിഞ്ഞ പോലെ ഇല്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് എന്നൂരിലേക്കാണ്. അപ്പോൾ ഇവിടെ പാത്തു നിന്ന് കരയാണ്. ഓൾക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഓളിപ്പോൾ നിന്ന് കരയാണ്. എന്നിട്ട് ഉമ്മ എല്ലാം കൊണ്ടുപോയിട്ട് കുട്ടികളെ അടുത്താക്കി കൊടുത്തിക്കണം. ആ പിഞ്ചു പൈതലിന് കരയാനല്ലേ അറിയുള്ളൂ. അങ്ങനെ ഇവിടെ ഒരാൾ എൻ്റെ കൈ പിടിക്കാനായിട്ട് മാത്രം ഓടി വന്നതാട്ടാ. എന്താ ചെയ്യുക, കുട്ടികൾക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമായിപ്പോയി. പിന്നെ ബാബു എന്തോ ഒരു സാധനം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു പ്രാങ്ക് ആക്കുകയാണെങ്കിൽ അവിടെ തന്നെ ചവിട്ടി കൂട്ടും, അല്ലെങ്കിൽ സത്യമാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് പോവാട്ടോ. ഓനൊരു കാട്ടിക്കൊക്കെ ഞങ്ങളൊരു 5-6 ആൾക്കാരെ കൊണ്ടുപോകാട്ടോ. ഞങ്ങളിതാ എല്ലാവരും പിന്തുടരുന്നുണ്ട് ഓനെ. അങ്ങനെ ആ സ്ഥലത്ത് ചെറിയൊരു വെള്ളച്ചാട്ടമല്ല, ചെറിയൊരു തോട് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഓന് അതിസാഹസികമായി ഇറങ്ങാൻ പോവുകയാണ്. അതിന് പിന്നാലെ ഞാനും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കുൽസിതങ്ങൾ കുറച്ച് കാണാം. പിന്നെ ഇറങ്ങാൻ പറ്റുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഗ്രിപ്പായിട്ട് പോവാണ്. പക്ഷെ ബാബുവിനെ കൊണ്ട് ബാബു നമുക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തു തരും. എങ്ങനെയുണ്ട് ഗൈസ്, ബീജമൊക്കെ സെറ്റായില്ലേ? പക്ഷേ വെള്ളച്ചാട്ടം പോരാ. പിന്നെ ഞങ്ങളിതാ എന്നൂരിലേക്ക് ജീപ്പിൽ പോവാട്ടോ. അന്നുമാണ് തലക്കിരിക്കണത്, മുറുക്കി പിടിച്ച് ഇരിക്കണ്ടോള്. കുഞ്ചാത്ത അപ്പുറത്തുനിന്ന് എന്തൊക്കെയോ ഊരിയാടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ പോയി മേലെ എത്താനായിക്കണം. അപ്പോൾ ഇവിടെ ഫുൾ കോടമഞ്ഞ് നിന്നിട്ട് എന്ത് രസമായിരുന്നു അറിയാം. ഒരു 9:45 9:30 ആ ടൈമിലൊക്കെ ഭയങ്കര കോടമഞ്ഞ്. ഞങ്ങളിതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ആയിട്ട് പോകും. അതെ, അങ്ങനെ കണ്ട് മേലേക്ക് അങ്ങനെ ആയിട്ട് പോവാട്ടോ. അത്ഭുതമാണ് ഈ കോടമഞ്ഞിൽ ഈ ഡ്രൈവേഴ്സൊക്കെ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്ത് പോകണമെന്നുള്ളത്. അതൊക്കെ ഓരോ സ്കില്ലല്ലേ. മാഷാ അല്ലാഹ്, ഒരു കണ്ണെട്ടാതിരിക്കട്ടെ. അങ്ങനെ തന്നെ ഞങ്ങൾ പോയി മേലെ എത്തിയിരിക്കണ്. ആ എന്നൂരിൻ്റെ എൻട്രൻസൊക്കെ കടന്ന്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഉള്ളിലെ കുട്ടികളും ഉണർന്ന്. റഷീദ മാമി ആദ്യം കീണതാ. പിന്നെ കുഞ്ചാത്ത പോവാഞ്ഞിട്ട് ബാക്കിൽ നിന്ന് ആ പൊന്നു അത് ഉന്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുഞ്ചാത്ത എന്തിനാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് അടിക്കണമൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ചാത്ത തുഴഞ്ഞ് താഴെ എത്തിക്കണേ, എങ്ങനെയോ താഴെ എത്തി ഗൈ. അപ്പോഴാണ് യാമി എന്നോട് ആ നെട്ടിക്കുന്ന വിവരം പറഞ്ഞത്. എന്തിനാണ് ഓളിൻ്റെ കൈ പിടിച്ച് നടക്കണമെന്ന് അറിയുക. ഓളമ്മച്ചി ഓളെ ചീത്ത പറഞ്ഞാലോ, അപ്പോൾ ഓൾക്ക് ഓളമ്മച്ചിനെ ഇഷ്ടമല്ലല്ലോ. അങ്ങനെയാണ് ഓളിൻ്റെ കൈ പിടിച്ച് നടക്കുന്നത് സത്യത്തിൽ. ഇപ്പുറത്ത് അന്നും സതും ഊഞ്ഞാലാടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കുൽസിതങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ അപ്പുറത്തും കുറേ ആൾക്കാർ ഊഞ്ഞാലാടുണ്ട്. ഞാൻ പിന്നെ ഒരാരും എടുക്കാൻ നിന്നില്ല. ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേനും എല്ലാവരും കൂടി കാരണം അവർക്ക് എന്നെ പേടിയാണ് യൂട്യൂബിലിടുന്നില്ല. സോ അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതാണ് ആ മലേൻ്റെ മേലെ നിന്നുള്ള വ്യൂ. അടിപൊളിയല്ലേ? എന്നൊരു ഫുള്ളായിട്ട് കാണാം. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.